40 ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ ഒരു മരുഭൂമിയിൽ കഴിയേണ്ടി വന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? അത്തരമൊരു സമയത്ത് ആരെങ്കിലും നിങ്ങളുടെ ഏറ്റവും ബലഹീനതയെ പരീക്ഷിച്ചാൽ? ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബൈബിളിലെ ഏറ്റവും ശക്തമായ സംഭവങ്ങളിലൊന്നായ യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷണ കഥയാണ്. യേശു ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിച്ചതിനു ശേഷം പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. അവിടെ അവൻ 40 ദിവസവും 40 രാത്രിയും ഉപവസിച്ചു. ആ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിന് വളരെ വിശപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് പിശാച് യേശുവിൻ്റെ അടുത്ത് വന്നത്. അവൻ പറഞ്ഞു, "നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്കുക." വിശപ്പിൻ്റെ ഏറ്റവും കഠിനമായ സമയമായിരുന്നു അത്. പക്ഷേ യേശു വഴങ്ങിയില്ല. അവൻ മറുപടി പറഞ്ഞു, "മനുഷ്യൻ അപ്പം കൊണ്ടു മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വചനങ്ങളാലും ജീവിക്കുന്നു." പിശാച് പരാജയപ്പെട്ടില്ല. അവൻ യേശുവിനെ ദേവാലയത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നു. "നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. ദൂതന്മാർ നിന്നെ രക്ഷിക്കും." പക്ഷേ യേശു വീണ്ടും ഉറച്ചുനിന്നു. "നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്" എന്നായിരുന്നു അവൻ്റെ മറുപടി. അപ്പോൾ പിശാച് അവസാന ശ്രമം നടത്തി. അവൻ യേശുവിനെ ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും കാണിച്ചു. പിന്നീട് പറഞ്ഞു, "നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം." അപ്പോൾ യേശു ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, "സാത്താനേ, എന്നെ വിട്ടു പോവുക. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുക." അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ എല്ലാവർക്കും വരും. ചിലപ്പോൾ അത് വിശപ്പായിരിക്കും, ചിലപ്പോൾ പ്രശസ്തിയുടെ മോഹമായിരിക്കും, ചിലപ്പോൾ അധികാരത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ ആകർഷണമായിരിക്കും. പക്ഷേ യേശു കാണിച്ചു തന്നത് പ്രലോഭനങ്ങളെ ജയിക്കാനുള്ള ശക്തി, ദൈവത്തിലുള്ള വിശ്വാസവും അവൻ്റെ വചനവുമാണ്. മരുഭൂമിയിലെ യേശു നേടിയ ഈ വിജയം ഇന്നും കോടിക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ ബൈബിൾ കഥയുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും.